ലോകത്തിന്റെ മുത്ത് പറയാണ് കുല്ലു ഉമ്മത്തി ഫിത്ന വ ഫിത്നതു ഉമ്മത്തി അൽ മാൽ. ഓരോ സമുദായത്തിനും അല്ലാഹു ഓരോ ഫിത്നയാണ് കൊടുത്തതെങ്കിൽ ഫിത്നതു ഉമ്മത്തി അൽ മാൽ, എന്റെ ഉമ്മത്തിനുള്ള ഫിത്ന എന്താണെന്നറിയോ? അത് എയ്ഡ്സല്ല, ട്യൂമറല്ല, ക്യാൻസറല്ല, അൽ മാൽ, അത് സമ്പത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. സാമ്പത്തികമായ അരാജകത്വങ്ങളാണെങ്കിൽ ലൗ അന്ന ലീബിനി ആദമ വാദിയം മിൻ ദഹബിൻ ഹബ്ബ അയകൂന ലഹു വാദിയാൻ വലയം സ്വർണത്തിന്റെ ഒരു താഴ്വര തന്നെ പടച്ച തമ്പുരാന് തീർത്തു കൊടുത്താലും രണ്ടാമതൊരു താഴ്വര കിട്ടാൻ വേണ്ടി അവൻ കൊതിക്കുമെന്നാ. മണ്ണല്ലാതെ അവന്റെ വായെ നിറച്ചു കളയൂല്ല, മണ്ണല്ലാതെ വായ നിറക്കൂല. പ്രിയമുള്ളവരെ, സാമ്പത്തികമായ അരാജകത്വങ്ങളിലോട് എന്തിനാ മനുഷ്യൻ ഹറാമിലേക്ക് പോയത്? സാമ്പത്തികമായ നേട്ടമുണ്ടാക്കാനാ. എന്തിനാ പടച്ചതമ്പുരാനല്ലാത്തതിന്റെ പേരിൽ സത്യം ചെയ്ത് മുന്നോട്ട് പോയത്? അവർ സാമ്പത്തികമായ നേട്ടമുണ്ടാക്കാനാണെങ്കിൽ എന്തിനാ റബ്ബിന്റെ ദീന് പോലും കച്ചവട കമ്പോളങ്ങളിലേക്ക് കൊണ്ടുവന്നത്? സാമ്പത്തികമായ നേട്ടമുണ്ടാക്കാനാണെങ്കിൽ എന്തിനാ പലിശയിലേക്ക് മനുഷ്യരെ മൂക്കുകുത്തി വീണത്? എന്തിനാ? സാമ്പത്തികമായ നേട്ടത്തിനാണ്. ജീവിതങ്ങളിലൂടെ തക്കവയില്ലാത്തത് കൊണ്ടാ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തക്കവയുടെ നിർവചനം പഠിപ്പിക്കുകയാണ്. അൽ ഖനാഅതു ബിൽ ഖലീൽ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടലാണ് തഖ്വ. പ്രിയമുള്ളവരെ, കയ്യിൽ 5 ലക്ഷമുണ്ടെങ്കിൽ 5 ലക്ഷത്തിന്റെ വാഹനം വാങ്ങാൻ അവന് മനസ്സില്ല. 10 ലക്ഷത്തിന്റെ വാഹനമാണെങ്കിൽ ബാക്കി അവൻ ലോണിലേക്ക് കടക്കുമ്പോ 20 ലക്ഷം പടച്ചതമ്പുരാനെന്ന സമ്പാദ്യം കൈകളിലുണ്ടായിട്ട് അവിടെ ഇതാ അവൻ 40 ലക്ഷത്തിന്റെ വീടിന് മോഹം വെച്ചുകൊണ്ട് ഹൗസിംഗ് ലോണിലേക്ക് കടന്നു പോകുമ്പോ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് പലിശയുടെ അവസാനത്തെ നാണയത്തുട്ട് പോലും ഇവിടെ കുഴിച്ചു മൂടിയിട്ടാ ഞാൻ നിങ്ങളോട് വിട പറയുന്നതെന്ന് പറഞ്ഞ ലോകത്തിന്റെ നായകന്റെ വാക്കുകള് ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റിയോ? പ്രിയമുള്ളവരെ, അരുതേ. മാത്രമല്ല, ഖിയാമത്ത് നാളിന്റെ അലാമത്ത് പഠിപ്പിച്ച ലോകത്തിന്റെ നായകനുണ്ടല്ലോ. ലോകത്തിന്റെ വലിയ വലിയ അടയാളം നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്, അഥവാ വലിയ അടയാളം എന്ന് പറഞ്ഞാല് ഇമാം അവിടുന്ന് മസീഹുദ്ദജാലിന്റെ ഫിത്ന പൊട്ടി ഒഴുകയാ. ഇമാം മഹ്ദിയുടെ ഭരണകാലഘട്ടങ്ങളിലോട് മസീഹുദ്ദജാലിന്റെ ഫിത്ന പൊട്ടി ഒഴുകാൻ തുടങ്ങുമ്പോ ഡമസ്കസിലെ വെള്ളമിരാരത്തിന്റെ അവിടെ 2 മലായിക്കത്തിന്റെ ചിറകുകൾക്കിടയിലോട് ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരികയാ. അവസാനം ഇസ്രയേലിന്റെ ബാബുലുദ്ദീന്റെ അവിടെ വെച്ചുകൊണ്ട് ഈസാ നബി ദജ്ജാലിനെ കൊലപ്പെടുത്തുമെന്ന് പഠിപ്പിക്കുമ്പോ യജൂജ് മഅജൂജിന്റെ പ്രയാസമുണ്ടാകുമെന്ന് പറഞ്ഞപ്പോ 3 ആഴ്ചകൾ സംഭവ്യമായി മാറുമെന്ന് പറഞ്ഞപ്പോ സൂര്യൻ അതിന്റെ ഭ്രമണപഥങ്ങളിലൂടെ സഞ്ചരിച്ച് റബ്ബിന്റെ അർശിന്റെ നേരെ താഴെ വന്നു നിൽക്കുമ്പോ അല്ലാഹ് സൂര്യനോട് ആജ്ഞ കൊടുക്കുകയാണ്, തിരിച്ചു കറങ്ങിക്കോ. അങ്ങനെ സൂര്യൻ പടിഞ്ഞാറുദിക്കുന്ന സാഹചര്യം നിങ്ങളിലൂടെ വന്നു കഴിഞ്ഞാൽ ലാ തഖൂമു സ്സാഅതു ഇല്ലാ ബിയൗമിൽ ജുമുഅ, ഒരു വെള്ളിയാഴ്ച ദിവസമില്ലാതെ നടക്കില്ല. പക്ഷേ അതിനു മുമ്പ് ലോകത്തിന്റെ നായകൻ പറയാ, എപ്പോഴാ മസീഹുദ്ദജാലിന്റെ വരവെന്നറിയോ? അധാർമികമായ പ്രവണതകളുടെ കുത്തൊടുക്ക് നിങ്ങളിലൂടെ സംജാതമാകുമ്പോഴാ. അതിലാദ്യത്തെ 4 കാര്യം മുത്ത് റസൂല് എണ്ണുകയാണ്. സാമ്പത്തികമായ രംഗങ്ങളാ. അവിടുന്ന് നോക്കണേ, ജനങ്ങളുടെ പൊതുമുതലുണ്ടല്ലോ, ആ പൊതുമുതലിനെ തോന്നിയ പോലെ ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യം വന്നു പോയാൽ ഇദത്തുഖിദൽ ഫൈഉദുവല വൽ അമാനത മുഅറമ, അമാനത്തിനെ കടമാക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ വസ്സകാത മുഅറമ, സകാത്തിനെ കടമാക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ വതുല്ലിമാലി ഐരിദ്ദീൻ,
അമീർ, റബ്ബിന്റെ ദീനിന് വേണ്ടിയിട്ടല്ലാതെ ഇൽമു നേടുന്ന സാഹചര്യം വന്നു പോയാൽ എന്തിനാ പ്രഭാഷണങ്ങൾ നടക്കുന്നത്, എന്തിനാ വാദ പരിപാടികൾ നടക്കുന്നത്, എന്തിനാ ജനങ്ങളോട് ദഅവത്ത് നടക്കുന്നത്? 50,000 60,000 ഫീസ് വാങ്ങാനല്ല, ദീനിന്റെ പേര് പറഞ്ഞ് 5 ലക്ഷത്തിന് പ്രോഗ്രാം സംഘടിപ്പിച്ചാൽ 8 ലക്ഷം സംഘാടകർക്ക് ലാഭം കിട്ടുമെന്ന് ചിന്തയുണ്ടാക്കാനല്ല. ലോകത്തിന്റെ മുത്തുപറയാണ്, അങ്ങനെയൊരു കാലഘട്ടം പണത്തിന് വേണ്ടി ഇൽമു പഠിക്കുന്ന സാഹചര്യം വന്നു പോയാൽ നാശമാണേ, നാശമാണേ, നാശമാണേ. ഇങ്ങനെ സാമ്പത്തികമായ കാര്യങ്ങളിൽ മുത്ത് റസൂൽ എന്തൊന്ന് പറഞ്ഞോ അനുസരിക്കാൻ നമ്മൾ തയ്യാറല്ലാതെ വന്നാ അറിയോ നിങ്ങൾക്ക്, മദീനയിലൂടൊരു സഹാബിയുടെ ജനാസ നമസ്കരിക്കാ, ലോകത്തിന്റെ മുത്ത് കടന്നു വരികയാ, ഇമാമത്തിന്റെ സ്ഥാനത്തേക്ക് പ്രവാചകൻ വെച്ച കാല് പുറകോട്ട് മാറ്റി ചോദിക്കുകയാണ്, ഹൽ ദല്ല അലാ സാഹിബിക്കും ദൈനാ, നിങ്ങളുടെ കൂട്ടുകാരന് വല്ല കടവുമുണ്ടോ എന്ന് പ്രവാചകന്റെ ചോദ്യം വരുമ്പോ അവിടുന്ന് സഹാബത്ത് പറയുന്നു, ഉണ്ട് നബിയേ. വെച്ച കാല് പുറകോട്ട് വെച്ച പ്രവാചകൻ പറയാ, സല്ലൂ അലാ സാഹിബിക്കും, നിങ്ങൾ നമസ്കരിച്ചോ നിങ്ങളുടെ കൂട്ടുകാരന്. ഞാനില്ല സഹാബ, ഞാനില്ല സഹാബ. അല്ലാഹുവിന്റെ റസൂല് മറുപടി പറയുമ്പോ ഖതാദ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഏറ്റെടുത്തുകൊള്ളാം റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. നമ്മൾ ഇന്ന് നാട്ടിലുണ്ടല്ലോ, മരിച്ചാൽ അത് ഞാൻ ഏറ്റെടുത്തോളാം, ഇന്നാള് മരിച്ചു, മക്കള് സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തു, അങ്ങനല്ലേ സാധാരണ പറയാ. ആ പറച്ചെടുത്ത് ബാക്കിക്കണം പറയാം, അവൻ തരാനുള്ള എന്നെ തന്നേ കാര്യം. ഇതല്ലേ ഇപ്പൊ ഇന്നത്തെ അവസ്ഥ അല്ലേ? അവിടെ നിന്ന് ഖതാദ പറയാ, നബി ഞാൻ ഏറ്റെടുത്തോളാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സൂക്ഷിക്കണേ. പിറ്റേ ദിവസം രാവിലെ ഖതാദ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ റസൂൽ ചോദിക്ക, ഖതാദ അത് കൊടുത്തോ? ഇല്ല റസൂലേ. റസൂൽ പറഞ്ഞു, സൂക്ഷിക്കണേ. വീണ്ടും അടുത്ത നേരം കാണുമ്പോ ചോദിക്കുന്നു, ഖതാദ കൊടുത്തോ? ഖതാദ എപ്പോഴേ റസൂലേ ഞാനതിന് കൊടുത്തു വീട്ടി നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഇപ്പോഴാ നിന്റെ സഹോദരൻ ആ ഖബറിൽ സ്വസ്ഥനായത്.